ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേശ സംരക്ഷണമാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തികച്ചും നാച്ചുറലായിട്ടുള്ള ടിപ്സുകളാണ്, അതുപോലെ തന്നെ ഇഫക്റ്റീവുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാം. നമ്മളിൽ മിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു മുടിയാണ് വരണ്ട് കിടക്കുന്ന എപ്പോഴും അത്തരത്തിലുള്ള ഒരു മുടിയും. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുമാതിരി ചകിരിനാര് പോലെയൊക്കെ കാണുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. ഇതൊക്കെ നമുക്ക് പ്രകൃതിദത്തമായ വഴികളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു മാർഗ്ഗമാണ് ഉഴുന്നുമാവ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉഴുന്നുമാവ് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ചീവയ്ക്കാപ്പൊടി എന്ന് പറയും, അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ചീവയ്ക്കാപ്പൊടി ഉപയോഗിച്ചിട്ട് കഴുകിയാൽ നമ്മുടെ തലമുടിയിൽ അധികമുള്ള എണ്ണമയം നീങ്ങാനായിട്ട് സഹായിക്കും. അല്പം ഉലുവ ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേന്ന് ഇത് അരച്ചെടുത്ത് ഇതിനോടൊപ്പം തന്നെ മുട്ടയുടെ വെള്ളയും 1 ടീസ്പൂൺ നാരങ്ങയുടെ നീരും കൂട്ടിക്കലർത്തി നമ്മൾ തലയിൽ പുരട്ടിയ ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം. ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ തലയിലെ അഴുക്കും അതുപോലെ മെഴുക്കുമൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുകയും ഇളകി പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുടി പട്ടുപോലെ മൃദുലമാകാനായിട്ടും ഇത് നമ്മളെ സഹായിക്കും. ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊന്നാണ് ഈ ചീവയ്ക്കാപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെ ഉള്ളതാണ്. ഇതിനുവേണ്ടി നമുക്കൊരു 1/2 കപ്പ് ചീവയ്ക്കാപ്പൊടി 6 കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. തണുത്ത ശേഷം നമ്മളൊരു തോർത്ത് കൊണ്ട് ഇത് അരിച്ചെടുക്കുക. ഷാമ്പുവിന് പകരമായിട്ട് ഇത് നമുക്ക് തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ്. അതുപോലെ ചെമ്പരത്തിയുടെ തളിരിലകൾ ശേഖരിച്ചിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണം. അടുത്ത ദിവസം അതേ വെള്ളത്തിൽ ആ ഇലകൾ അരച്ച് പിഴിഞ്ഞെടുക്കുക. ഇത് നല്ലൊരു ഒന്നാം തരം താളി തന്നെയാണ്. നമുക്ക് തലയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുറുന്തോട്ടിയുടെ വേരോടെ പറിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം അരച്ചെടുക്കുക. ഇത് തലയിൽ തേച്ച് കുളിച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. പഴമക്കാരൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. അവരോടൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ അറിയാൻ കഴിയും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ. പിന്നെ നമ്മുടെ തലമുടി വരണ്ട് ചകിരിനാര് പോലെ ആയാൽ നമ്മുടെ മുടിയുടെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകും. ഇത് നമുക്ക് തിരികെ നേടാനായിട്ട് മാർഗ്ഗങ്ങളുണ്ട്. ഇതിനുവേണ്ടി നമുക്ക് മുട്ടയുടെ വെള്ള പതച്ചെടുത്ത് 1 ടീസ്പൂൺ തേനും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കുളിക്കും മുമ്പ് നമുക്കിത് തലയിൽ നല്ലതുപോലെ തിരുമ്മി തേക്കാം. ആഴ്ചയിൽ ഒരു 2 തവണ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. പിന്നെ കറ്റാർ വാഴയും കയ്യോന്നിയും സ്ഥിരമായിട്ട് തലയിൽ തേച്ച് കുളിച്ചാൽ മുടി മൃദുമാകാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. നല്ല മൃദുത്വം നൽകും മുടിക്കത്. ഇവ ഉപയോഗിച്ച് നമുക്ക് എണ്ണ കാച്ചി തേക്കുന്നതും ഗുണം ചെയ്യും. അതുപോലെ മുട്ടയുടെ മഞ്ഞക്കരുവും കറ്റാർ വാഴയുടെ പോള അരച്ചെടുത്തതും രണ്ടും കൂടി തുല്യ അളവിൽ ചേർത്തിട്ട് തലയിൽ പുരട്ടിയാൽ തലമുടിക്ക് തിളക്കമേറുകയും നല്ലൊരു സോഫ്റ്റ്നെസ് ലഭിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുഞ്ഞു ടിപ്സുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് പണ്ട് കാലം തൊട്ടേ പഴമക്കാർ ഉപയോഗിച്ച് വന്ന ചെറിയ ചെറിയ ടിപ്പുകളാണ്. തീർച്ചയായിട്ടും നമുക്കും ഇത് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൂടുതലും കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം എൻ്റെ കൂടെയായിട്ടൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കണും വരും. ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടിപ്സുകൾ വീഡിയോകൾ ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അത്തരം വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.